അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ചാപ്റ്ററിലെ കൺസെപ്റ്റ് മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പെട്ടെന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അതിന് കൂടെ തന്നെ കഴിഞ്ഞ കുറെ വീഡിയോസിൽ കമന്റ് ആയിട്ട് മിസ് കണ്ടായിരുന്നു, ഗ്രാഫ് വരയ്ക്കാൻ ഒന്ന് കാണിച്ചു തരുമോ മിസ് ചെയ്ത്. അപ്പൊ എല്ലാ ഗ്രാഫും കൂടെ വരയ്ക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നോക്കാം, മാക്സിമം എത്രത്തോളം ഗ്രാഫ് വരയ്ക്കാൻ പറ്റും അത്രയും ഗ്രാഫുകൾ ഉൾപ്പെടുത്തിയും കൊണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അധികം കഥാപ്രസംഗങ്ങളൊന്നും നടക്കുന്നില്ല, വേഗം തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നോക്കിയ മക്കളെ, നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ കാര്യം ബാർ ഗ്രാഫ്, രണ്ടാമത്തത് ഹിസ്റ്റോഗ്രാം, മൂന്നാമത്തത് ഫ്രീക്വൻസി പോളിഗൺ. പോരെ, എന്തിനധികം അല്ലെ. അപ്പൊ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, നമ്മുടെ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുന്നു. തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ബാറുകൾ ഉപയോഗിച്ച് അല്ലെ, ഈക്വൽ വിഡ്ത്തുള്ള ബാറുകൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ബാർ ഗ്രാഫിന്റെ ഒരു ട്വിൻ ബ്രദർ ആയിട്ടോ അല്ലെങ്കിൽ ഏട്ടനായിട്ടോ അനിയനായിട്ടോ ഒക്കെ വരും. സംഭവം ഇത്രയേ ഉള്ളൂ. ബാർ ഗ്രാഫിൽ ഓരോ ബാറുകൾ ഇങ്ങനെ വേറെ ആണെങ്കിൽ ഹിസ്റ്റോഗ്രാമിൽ നമ്മുടെ ബാർ ഗ്രാഫ് ഒട്ടിങ്ങോട്ട്, ബാറുകൾ എല്ലാവരും ഇങ്ങനെ ഒട്ടിച്ചേർന്നുകൊണ്ടായിരിക്കും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് മാത്രമേ എന്തേ ഉള്ളൂ, വ്യത്യാസമുള്ളൂ. ബാർ ഗ്രാഫില് ബാറുകളൊക്കെ സെപ്പറേറ്റഡ് ആണെങ്കിൽ ഹിസ്റ്റോഗ്രാമിൽ ബാറുകളൊക്കെ എന്തായിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും. കറക്റ്റ്. പിന്നെ അതിൽ തന്നെ രണ്ട് കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് അൺഈക്വൽ വിഡ്ത്ത്, ബാറുകളുടെ വിഡ്ത്ത്, അതായത് ക്ലാസ് സൈസ്, ഓരോ ക്ലാസ് ഇന്റർവെലിന്റെ സൈസ് വാരി ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേസ്, പിന്നെ കണ്ടിന്യൂസ് അല്ലാതിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ കേസ്. അങ്ങനെ രണ്ട് കേസുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത്രയേ പഠിക്കാനുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ രണ്ട് രീതിയിൽ, ഒന്ന് ഹിസ്റ്റോഗ്രാം വരച്ചിട്ടും ഒന്ന് ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കുന്ന രീതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം ബാർ ഗ്രാഫ് നോക്കാം. ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം തന്നെ ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചെയ്യാം. ഇവിടെ നോക്കിക്കോ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 4 മേജർ സിറ്റീസ്, അങ്ങനെ തന്നെ വായിക്കണേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 4 മേജർ സിറ്റീസ് ഇൻ ഇന്ത്യ ഇൻ എ പെർട്ടിക്കുലർ ഇയർ ഇസ് ഗിവൺ ബിലോ. അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഉള്ള കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആ കാര്യങ്ങളൊക്കെ അത് ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാട്ടോ അത് മറച്ചു കളഞ്ഞത്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഇയറിൽ 5 മേജർ സിറ്റീസിലുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ്, സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കാം നമുക്ക്. മുംബൈയിൽ 120, കൊൽക്കത്ത 130, ഡൽഹി 150, ചെന്നൈ 80. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബാർ ഗ്രാഫ് ആക്കി റെപ്രസെന്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാണെങ്കിലും എന്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എക്സ് ആക്സ് വരയ്ക്കുക, ഒരു വൈ ആക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം അതാണ് വരയ്ക്കേണ്ടത്, എക്സ് ദെൻ വൈ. ഇനി നോക്കുക, എക്സ് ആക്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ എഴുതേണ്ടത്. എഴുതുന്നു. ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം മുംബൈ. അത് കഴിഞ്ഞ് 1/2 കിലോമീറ്റർ അപ്പുറം പോയിട്ട് എന്ത് ചെയ്യരുത്, കൊൽക്കത്ത എന്ന് എഴുതരുത്. ഇവരെല്ലാരും ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം ഇരിക്കാൻ. കൊൽക്കത്ത, ഡൽഹി. അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും മിസ്സിന്റെ ഈക്വൽ അല്ലല്ലോ, എടാ ഞാൻ സ്കെയിൽ വെച്ചിട്ടല്ല വരയ്ക്കുന്നേ. ചെന്നൈ. ഓക്കെ, വരച്ചു. ഇനി അടുത്തത് വൈ ആക്സിസിലേക്കുള്ള ആൾക്കാരെയാണ്. നോക്കുക, ഏറ്റവും ചെറിയ വാല്യൂ 80, ഏറ്റവും വലിയ വാല്യൂ 150. അതായത് ഈ ഒരു ലൈനിൽ ഇത്ര കാണുന്ന ഇത്രയും ചെറിയ കഷ്ണത്തില് എനിക്ക് 80 കിട്ടണം, 150 കിട്ടണം അല്ലേ. 80 വേണം എനിക്ക്, 150 വേണം, ഈ ഒരൊറ്റ ഈ വരേണ്ട ഉള്ളിൽ. അപ്പൊ 80 150 എല്ലാം റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 20 എടുക്കുന്നതാണ്. 20, 40, 60, 80, 100, 120, 140, 160, 180. മതിയാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാഫ്, ഇത്ര വലിപ്പേ ഉള്ളൂ. അപ്പൊ ഇതിൽ എല്ലാ നമ്പറും കൊള്ളിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്കെയിൽ ചൂസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ മിസ് 20, 40, 60, 80, 100, 120 എന്നാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 40, 80, 120 അങ്ങനെ 40യുടെ മൾട്ടിപ്പിൾസ് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കുക, മുംബൈയില് ഫസ്റ്റ് ബോക്സ് വരയ്ക്കാൻ പോവാ നമ്മള്. മുംബൈയില് 120 ആണ്. അപ്പൊ 120 എവിടെ വരും, ഇതാ 120 ഇങ്ങനെ. അപ്പൊ മുംബൈ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ബോക്സ് വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതെന്തായിരിക്കണം, ഈക്വൽ വിഡ്ത്തുകളായിരിക്കണം ഇനി വരയ്ക്കുന്ന എല്ലാ ബാഴ്സിനും. അടുത്തത് എത്രയാണ്, 130 ആണ്. 130 എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട മുകളിൽ വരും.
ഇവിടെ ആയിട്ട് വരും. അടുത്തത് ഡൽഹി 150. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് വരയ്ക്കുമ്പോൾ വൃത്തിയിൽ വിടുത്തൊക്കെ സെയിം ആക്കി വരയ്ക്കണം കേട്ടോ. ഞാൻ വരയ്ക്കി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ അവസാനത്തത് 80. ഓക്കെ, ഇങ്ങനെ വരും ഗ്രാഫ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ എക്സ് ആക്സിൽ യൂണിറ്റ് ഇല്ലല്ലോ അല്ലെ, സ്കെയിൽ ഇല്ല. വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 20 സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. സ്കെയിലാണത്, 20 സ്റ്റുഡൻസ്. എക്സ്ട്രാ മാർക്കിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കുക. ഇനി ബാർ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ തന്നെ ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആൻസർ പറയാം. രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൽ നിങ്ങൾക്ക് 2 കേസുകൾ മിസ് പറഞ്ഞു. ഒന്ന് വിഡ്ത്ത് വാരി ചെയ്യുന്ന കേസും, 2 ഡാറ്റ കണ്ടിന്യൂസ് അല്ലാതിരിക്കുമ്പോഴുള്ള കേസും. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു ഹിസ്റ്റോഗ്രാമിനുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ടൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ, ഹിസ്റ്റോഗ്രാം ആയിക്കോട്ടെ, ഫ്രീക്വൻസി പോളിഗൺ ആയിക്കോട്ടെ, ബാർ ഗ്രാഫ് ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ബാർ ഗ്രാഫ് നമ്മളിപ്പോൾ പറഞ്ഞു, ഒക്കെ നോക്കുക, വരയ്ക്കുക. ഹിസ്റ്റോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ വിഡ്ത്തുകൾ സെയിം ആണോ എന്നാണ്. അതായത് 10 to 15 എന്ന് പറഞ്ഞാൽ 5 ആണ് ഡിഫറൻസ്. 15 to 25, 20 to 25, 5 ആണ് ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 5 ആണ്. 25 to 30 5 ആണ്. ഇവിടെ വെച്ച് നിർത്തരുത്. 30 to 40 കണ്ടോ, 10 ആണ് ഇവരുടെ ഡിഫറൻസ്. ഇവിടെ 20 ആണ് ഡിഫറൻസ്. ഇവിടെയും 20 ആണ് ഡിഫറൻസ്. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താവണം, ഈക്വൽ ആവണം. ഇങ്ങനെ വേർപെട്ടു പോവരുത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ടൈം പീരീഡിലേക്കുള്ള, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്കുള്ള ഡാറ്റയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യുക. പെർട്ടിക്കുലർ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ബാർ ഗ്രാഫിലേക്ക് പോവാം. പക്ഷെ ഒരു റേഞ്ചിൽ കിടക്കുക, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. വെയിറ്റ് ഒരിക്കലും ഒരു നമ്പറിൽ 63 അല്ലെങ്കിൽ 65 അങ്ങനെയല്ല, 65.5 എന്നൊക്കെ വരും അല്ലെ. അപ്പൊ ഒരു റേഞ്ച് ആണ് അവിടെ കിടക്കുന്നത്. അങ്ങനത്തെ റേഞ്ചുകളിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാരണം ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ്. വിഡ്ത്തുകളൊക്കെ വാരി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാഫ് നമ്മൾ വരച്ചാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെയുള്ള ഫ്രീക്വൻസിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം എന്റെ മക്കൾ ചെയ്യേണ്ടത് ഇതേപോലൊരു ടേബിൾ വരയ്ക്കുക. 10 to 15 എത്രയാ വിടുത്ത്, 5, 5, 5, 5, 10, 20, 20. അടുത്തത് ഫ്രീക്വൻസിയായി. ഈ ഫ്രീക്വൻസി നമ്മൾ അപ്പുറത്ത് എഴുതണം. 7, 9, 8, 5. 7, 9, 8, 5, 10, 20, 12, 12, 8, 12, 8. ഇനിയാണ് അഡ്ജസ്റ്റ് ഫ്രീക്വൻസി എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി, വിഡ്ത്തുകളൊക്കെ വേറെ വേറെയാണല്ലേ. നമുക്ക് ഭയങ്കര സങ്കടമായി, വിഡ്ത്തുകളൊക്കെ വേറെ വേറെയാണെന്ന് തോന്നിയപ്പം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറിയ ആളെ തെരഞ്ഞു പിടിക്കുന്നു. ഏറ്റവും ചെറിയ ആളാരാ, 5. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഇക്വേഷൻ ആണ്, ശ്രദ്ധിച്ചു നോക്കുക. പുതിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ക്ലാസ് സൈസ് ഇൻറ്റു മിനിമം ക്ലാസ് സൈസ്. അതായത് ഇവിടുത്തെ പുതിയ ഫ്രീക്വൻസി, അഡ്ജസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസി എത്രയാ, 7, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്ലാസ് വിഡ്ത്ത് എത്രയാ, 5, ഇൻറ്റു നമ്മൾ എടുക്കുന്ന പുതിയ കുഞ്ഞു ക്ലാസ് വിഡ്ത്ത് 5. അതായത് ഇവിടുത്തെ ഫ്രീക്വൻസി 7 തന്നെയാണ്. അടുത്തത് പഴയ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ പഴയ ക്ലാസ് വിഡ്ത്ത് ഇൻറ്റു പുതിയ ക്ലാസ് വിഡ്ത്ത്. ഇതും എത്ര തന്നെയാണ്, 9. അടുത്തത് 8 തന്നെയായിരിക്കും, അടുത്തത് 5 തന്നെയായിരിക്കും. കാരണം മാറ്റങ്ങളൊന്നുമില്ല. 12 മാറും. ഇവിടുത്തെ ഫ്രീക്വൻസി 12, ക്ലാസ് വിഡ്ത്ത് 10 ഇൻറ്റു 5, 2 വരും, 6 വരും. അടുത്തത് 12/10 ഇൻറ്റു 5. എന്താ ചെയ്തേ, പഴയ ഫ്രീക്വൻസി
ഡിവൈഡഡ് ബൈ ക്ലാസ് സൈസ് ഇൻറ്റു നമ്മൾ എടുത്ത കുഞ്ഞു ക്ലാസ് വിഡ്ത്ത്. ഇവിടെ എന്ത് വരും? 2 6 തന്നെ വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ 10 അല്ലല്ലോ, 20 അല്ലേ? ഓക്കെ, ഇവിടെ ഒറിജിനൽ ക്ലാസ് സൈസ് 20 ആണ്. ഇൻറ്റു 5 4 വരും, 3 വരും. അടുത്തത് 8/20 ഇൻറ്റു 5 4 2 വരും. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ ഡാറ്റ വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ഈ ഒരു ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് ഗ്രാഫ് വരച്ച സാധനം കഴിഞ്ഞു. ഇനി അതെങ്ങനെയാ വരയ്ക്കുക എന്ന് ചോദിക്കുന്നവരോട് ആദ്യം എക്സ് ആക്സ് വരയ്ക്കുക, പിന്നെ വൈ ആക്സ് വരയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലാസ് വിഡ്ത്ത് ഏത് ചെയ്യാം? 10 to 15 ഇത് തന്നെ കൊടുക്കാം. ഇവിടെ 0 ആണ്, 5 10 15 20 25 30 35 40 45 50 55 60 അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുവരെ 68 വരെ ഉണ്ട്, അതുവരെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ വൃത്തിയിൽ വരച്ചാൽ മതി. ഇനി ഫ്രീക്വൻസി ഏതെടുക്കണം മിസ്സേ? ഇതല്ല എടുക്കേണ്ടത്. ഈ ഫ്രീക്വൻസി പഴയതാണ്, നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഈ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ആദ്യത്തെ ഫ്രീക്വൻസി 7, അത് ഏതല്ല? 10 to 15 7. അതിനെന്തും കൊടുക്കണ്ടേ? എത്രയാ വലിയ വാല്യൂ? ഓക്കെ, 1 2 3 4 5 6 7 8 9 10 ഉണ്ടോ? ഇല്ല. ആദ്യത്തെ വാല്യൂ എത്രയാണ്? 7. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 7ലേക്ക് 10 to 15 എന്നൊരു ടേബിൾ വരയ്ക്കാം. ടേബിൾ അല്ല, ഒരു കോളം. അടുത്തത് 9. സിമ്പിളാടാ. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 9ലേക്കും വരയ്ക്കും. വരയ്ക്കുന്ന സമയത്ത് ഈക്വൽ വിഡ്ത്താണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഞാൻ വരയ്ക്കുന്നത് നോക്കണ്ട. ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പം വിഡ്ത്തൊക്കെ കയറിപ്പോയി എന്ന് വരും. നിങ്ങൾ വരയ്ക്കുമ്പോൾ വൃത്തിയിൽ വരയ്ക്കുക. ഓക്കെ, ഇത് ഇതേപോലെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ഫ്രീക്വൻസി വെച്ച് ബാക്കിയെല്ലാം വരച്ചാൽ സെറ്റ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഫ്രീക്വൻസി മീൻസ് വേരിയിങ് ഫ്രീക്വൻസി വിഡ്ത്ത് വരുമ്പോൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്തൊക്കെ സെയിം ആണ്, പക്ഷെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാറ്റ കണ്ടിന്യൂസ് ആവാത്ത പ്രശ്നം. ഇവിടുത്തെ ഡാറ്റ നോക്കിക്കോ. നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ വിഡ്ത്ത് വാരിയിങ് ആണോ നോക്കണം. നമ്മൾ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡാറ്റ കണ്ടിന്യൂസ് ആണോ നോക്കണം. ഇവിടെ നോക്കിക്കോ, ഇവിടെ 29, ഇവിടെ 30, 34 35. അതായത് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തിലാണോ അവസാനിക്കുന്നത് അതിൽ തന്നെയായിരിക്കും തുടങ്ങുക. ഇവിടെ 29 അവസാനിക്കുമ്പോൾ ഇവിടെയും 29 ആയിരിക്കണം. ഇവിടെ 34 എൻഡ് ചെയ്യുമ്പോൾ ഇവിടെയും 34 ആയിരിക്കണം. എന്തിലാണോ എൻഡ് ചെയ്യുന്നത് അതിൽ തന്നെ തുടങ്ങണം. അതാണ് കണ്ടിന്യൂസ് ഡാറ്റ. പക്ഷെ ഇത് കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കണ്ടിന്യൂസ് ആക്കാം. എങ്ങനെ കണ്ടിന്യൂസ് ആക്കാൻ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ 29ഉം 30ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. 30 - 29 = 1. ഇതിനെ പകുതിയാക്കുക, 2, അതായത് 0.5. ഇനി താഴത്തെ ആളെടുത്ത് 0.5 മൈനസ് ചെയ്യുക, മുകളിലെ ആളെ കൂടെ 0.5 ആഡ് ചെയ്യുക. ഓക്കെ, താഴെ ആളെടുത്ത് 0.5 മൈനസ്, മുകളിൽ താഴെടുത്ത് 0.5 ആഡ്. അപ്പൊ നോക്കിയാൽ എന്ത് വരും? 24.5 to 29.5. അടുത്തത് 29.5 to 34.5. 34.5 to 39.5. 39.5 to 44.5. അങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് വരും. ഫ്രീക്വൻസിക്ക് ഒന്നും ഒരു മാറ്റവും ഇല്ല, ഇതേപോലെ തന്നെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുക. ഇതേപോലെ ഈ ഡാറ്റ, ഈ ഒരു ഡാറ്റയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഡാറ്റ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കുക ഹിസ്റ്റോഗ്രാമിൽ. ഇനി നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഫ്രീക്വൻസി പോളിഗൺ ഞാൻ പറഞ്ഞു 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് വരയ്ക്കാം, 2 ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലൊരു ഹിസ്റ്റോഗ്രാം ഉണ്ടാവും അല്ലേ? ഇതേപോലെ ഒരു ഹിസ്റ്റോഗ്രാം ഉണ്ടാവും. ഹിസ്റ്റോഗ്രാം കാണിച്ച നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഹിസ്റ്റോഗ്രാം ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ ഹിസ്റ്റോഗ്രാമിന്റെ ഒക്കെ മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. 50 to 55ന്റെ മിഡ് പോയിന്റ്, അതായത് ക്ലാസ് മാർക്ക് എന്ന് പറയും. ഇതിന്റെ ഒക്കെ മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യുക, അവരെയൊക്കെ നമ്മൾ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ 50ന്റെ മുമ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതായത് 45 to 50. 45 to 50 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മിഡ് വാല്യൂ എടുക്കുക, അതിലേക്ക് ഒരു ലൈൻ ഇങ്ങോട്ടും. 90 to 95ലേക്ക് അതിന്റെ മിഡ് വാല്യൂ കണ്ട് അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെയും കൂടെ വരച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ എന്താ ചെയ്തത്, ആദ്യം നമ്മൾ ലൈൻസ് ഒക്കെ ഇട്ട് വരച്ചതിന് ശേഷം, ലൈൻസ് ഒക്കെ ജോയിൻ ചെയ്തതിന് ശേഷം, ഇതിപ്പോ ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ഇത് പോളിഗൺ ആക്കാൻ, ഫ്രീക്വൻസി പോളിഗൺ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 50ന് മുമ്പിൽ എന്തുണ്ടാവും, 45 ഉണ്ടാവും അല്ലേ. 50ക്ക് മുമ്പിൽ ഇവിടെ 45 ഉണ്ടാവും. 45 to 50 ഇതിന്റെ മിഡ് വാല്യൂ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. അടുത്തത് 90 കഴിഞ്ഞാൽ പിന്നെ ആരാ ഉണ്ടാവുക, 95. ഇവരുടെ ഒരു മിഡ് വാല്യൂ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈൻ ജോയിൻ ചെയ്യും. ഇങ്ങനെ ചെയ്താൽ എന്തായി, നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആയി. അപ്പൊ അതേപോലെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് ചെയ്യുക, ഡാറ്റ ഇങ്ങനെ തരും. ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ വരച്ച് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കാൻ പോവാണ്. ഇത് ശരിക്കും എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ വെച്ച് നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി പോളിഗൺ ആക്കാം. ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കുമ്പോൾ എന്ത് പറ്റും, ക്ലാസ് മാർക്ക് നമ്മൾ ആദ്യമേ കാണും. എങ്ങനെ, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ്, അതായത് 2 + 0 ഡിവൈഡഡ് ബൈ 2 1. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 4 + 2 ഡിവൈഡഡ് ബൈ 2 6/2 3. 6 + 4/2 5. ഇനി ബാക്കി നിങ്ങൾക്ക് വരും 1 3 5 7 9 അല്ലേ, 11 13 15 17 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. സിമ്പിളാണ്. അപ്പൊ ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഡാറ്റയും ഫ്രീക്വൻസിയും വെച്ച് നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ നമുക്ക് ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.